ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച ആഡംബര കാറുകൾ ഇന്ത്യയിലേക്ക് കടത്തിയെന്ന കേസിൽ താരങ്ങളുടെ അടക്കം വീടുകളിൽ കസ്റ്റംസ് പരിശോധന നടത്തി. നടന്മാരായ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, ചില വ്യവസായികൾ എന്നിവരുടെ വീടുകളിലും ചില യൂസ്ഡ് കാർ ഷോറൂമുകളിലായിരുന്നു പരിശോധന. വാഹനക്കടത്തിൽ താരങ്ങൾക്ക് നേരിട്ട് പങ്കില്ലെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. നികുതി വെട്ടിച്ചെത്തിയ വാഹനങ്ങൾ വാങ്ങി എന്നതാണ് ഇവർ അന്വേഷണ പരിധിയിൽ വരാൻ കാരണം. സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകും. ഓപ്പറേഷൻ നുംഖോർ എന്ന പേരിൽ രാജ്യവ്യാപകമായി കസ്റ്റംസിൻ്റെ പ്രിവൻറ്റീവ് വിഭാഗം ഒരു പരിശോധന നടത്തിയിരുന്നു. നുംഖോർ എന്നാൽ ഭൂട്ടാനി ഭാഷയിൽ വാഹനമെന്നാണ്. അപ്പോൾ വാഹനവുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷൻ എന്നതാണ് കസ്റ്റംസ് ഉദ്ദേശിച്ചത്. രാജ്യത്താകമാനം നടത്തിയ പരിശോധനയുടെ ഭാഗമായി കേരളത്തിൽ 30 ഇടങ്ങളിൽ പരിശോധന നടത്തി. അതിലാണ് നടന്മാരടക്കമുള്ളവരുടെ വീടുകളിലും വാഹനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടങ്ങളിലുമൊക്കെ പരിശോധന നടന്നത്. അതിനൊപ്പം തന്നെ വലിയ വ്യവസായികളുടെ വീട്ടിലും യൂസ്ഡ് കാർ ഷോറൂമുകളിലും ഒക്കെ പരിശോധന നടത്തിയിട്ടുണ്ട്. കസ്റ്റംസ് പ്രിവൻറ്റീവ് വിഭാഗം പറയുന്നത് ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് അത്യാഡംബര കാറുകൾ ഇന്ത്യയിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന ഒരു സംഘത്തെ പിടികൂടിയിരുന്നു. അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്കലായിട്ട് വിറ്റ വാഹനങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു പരിശോധന മാത്രമാണ് എന്നുള്ളതാണ്. അതായത് വലിയ നികുതി ഇത്തരം വാഹനങ്ങൾക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ചുങ്കമായി നൽകേണ്ടി വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഭൂട്ടാനിൽ നിന്ന് റോഡ് മാർഗ്ഗം അരുണാചൽ പ്രദേശിൽ എത്തിച്ച് അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് ആവശ്യക്കാർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് രീതി. ആ രീതിയിൽ കേരളത്തിലേക്കും വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് കസ്റ്റംസിന് വിവരം കിട്ടി. അതിൻ്റെ ഭാഗമായി നടന്ന പരിശോധന എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും പക്ഷേ ഈ ദുൽഖർ സൽമാനും പൃഥ്വിരാജും അടക്കമുള്ള താരങ്ങൾക്ക് ഇതിലേതെങ്കിലും നികുതി വെട്ടിപ്പിൽ പങ്കില്ല, വാഹനങ്ങൾ എത്തിച്ചതിലും പങ്കില്ല. ഇവർ പക്ഷേ അങ്ങനെ എത്തിയ വാഹനങ്ങൾ ഇവർ പണം കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇവരും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നത്. ഇവരേതെങ്കിലും തരത്തിൽ വെട്ടിപ്പ് നടത്തിയവരാണ് എന്ന് കസ്റ്റംസ് പറയുന്നില്ല. മാത്രമല്ല അവർക്ക് അതിൽ പങ്കില്ല എന്ന് കസ്റ്റംസ് വിശദീകരിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി മറ്റിടങ്ങളിലും റെയ്ഡ് നടത്തി. ആ റെയ്ഡിൻ്റെ ഭാഗമായി ചില വാഹനങ്ങൾ ചില കാർ ഷോറൂമുകളിൽ നിന്നടക്കം പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഇനി തുടർ അന്വേഷണത്തിലേക്ക് കടക്കും എന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇതൊരു നിർണായകമായൊരു അന്വേഷണവും മറ്റുമാണ് എന്നാണ് കസ്റ്റംസ് വിശദീകരിക്കുന്നത്. ഇതിൽ കുറേ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നവർ പറയുന്നു. അങ്ങനെ ഒരു ശൃംഖല മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാഹനങ്ങൾ അത്യാഡംബര വാഹനങ്ങൾ ഇവിടെ എത്തിച്ച് വിൽപ്പന നടത്തുന്ന ഒരു ശൃംഖലയുണ്ട്. ആ ശൃംഖലയെ പിടികൂടുക എന്നുള്ളതാണ് ലക്ഷ്യം. നികുതി വെട്ടിപ്പായിരുന്നു ഇവരുടെ ഉദ്ദേശം. ആ നികുതി വെട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിൽ കുറ്റകൃത്യമുണ്ട് എന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള റെയ്ഡാണ് ഇന്ന് പൂർത്തിയായിരിക്കുന്നത്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.